എന്തുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ബ്രാഹ്മണർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. അതിലൊന്ന്, അവർക്കിവിടെ സംഖ്യാബലം കൂടുതലായിരുന്നു, അതായത് അംഗബലം കൂടുതലായിരുന്നു. മാത്രമല്ല അവർ സംഘടിതരമായിരുന്നു. ഗ്രാമങ്ങളും തളിയും തളിയതിരിയും ഒക്കെ ചേർന്ന് അവരിവിടെ കെട്ടുറപ്പുള്ള ഒരു സമുദായമായി മാറി. രണ്ടാമതായിട്ട്, ബ്രാഹ്മണർ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നുകയായിരുന്നു. അതായത് തദ്ദേശീയപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ ആത്മീയ ജീവിതവുമായിട്ട് അവർ അലിഞ്ഞു ചേരുകയായിരുന്നു. ബ്രാഹ്മണരുടെ പ്രവർത്തന മണ്ഡലം പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ ക്ഷേത്രങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല. ജനങ്ങളുടെ യോഗസ്ഥലവും അഭയകേന്ദ്രവും വിദ്യാകേന്ദ്രവും കലാകേന്ദ്രവും ഒക്കെയായിരുന്നു ക്ഷേത്രങ്ങൾ. പാർത്ഥിവപുരം, തിരുവനന്തപുരം, തിരുവല്ല, തൃശ്ശൂർ, തിരുവഞ്ചിക്കുളം തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ രൂപം കൊണ്ടിട്ടുള്ളത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിലും പ്രോത്സാഹനത്തിനുമാണ് വിദ്യാഭ്യാസവും മതവും കലയും സാഹിത്യങ്ങളും എല്ലാം വളർന്നു വന്നത്.